MC Merahul, welcome to Chodox. സോ ലാസ്റ്റ് ഡേ ട്രേഡിങ്ങിൽ ലാസ്റ്റ് സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. നമ്മുടെ സപ്ലൈ സോണായ 25,200 ആ ഒരു റേഞ്ചിൽ നിഫ്റ്റി പോയിട്ട് അവിടുന്ന് റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ നമ്മളവിടെ താഴോട്ടുള്ള ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്യുകയാണ്. നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ നമ്മുടെ ക്ലോസ് ആയ ഡേ ക്ലോസിൻ്റെ മുകളിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ഒരു ഡിപ്പ് ഒരു ഹയർ ലോ തരികയാണെങ്കിൽ നമ്മൾ അവിടുന്ന് ട്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടും സംഭവിച്ചില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണായി. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്യാപ്പ് അപ്പിന് ചാൻസ് വളരെ കൂടുതലാണെന്ന്. ഒബ്വിയസ്ലി 100 പോയിൻറ്റ് മുകളിൽ ഗ്യാപ്പ് അപ്പിന് ഓപ്പണായി. ബട്ട് നമ്മുടെ സപ്ലൈ സോൺ, അതായത് നമ്മുടെ 25,200 ചെന്നിട്ടില്ല നിഫ്റ്റി. അവിടുന്ന് എവിടെ ഓപ്പണായോ ആ റേഞ്ചിൽ തന്നെ നിഫ്റ്റി സൈഡ് വേസിൽ പോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നാളെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇന്നത്തെ നിഫ്റ്റിയുടെ ലാസ്റ്റ് 1 അവർ, അതായത് ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസിൻ്റെ 1 അവർ ഒരു ട്രേഡിങ് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നിഫ്റ്റി നാളെയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ചാൻസ് ഉണ്ട്. സോ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സപ്ലൈ സോൺ ആയിട്ടുള്ള 25,200 അല്ലെങ്കിൽ 250-ക്കും 30-ക്കും മുകളിൽ നിഫ്റ്റി ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ട്രെൻഡ് പോകത്തില്ല. നമ്മുടെ ആ സപ്ലൈ സോൺ ഒരു ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. സോ നിഫ്റ്റി തിരിച്ച് വന്നിട്ട്, അതായത് ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു ഹയർ ലോ ഉണ്ടാക്കാൻ വേണ്ടി തിരിച്ച് വരും. എന്നിട്ട് നമ്മുടെ 25 ഇപ്പോഴത്തെ സപ്ലൈ സോണിൽ വന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിട്ട് റിജക്ഷൻ കാണിച്ച് ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെങ്കിൽ നമ്മൾ ബൈ ട്രേഡിലോട്ട് തന്നെ നാളെ പോകാൻ ഫസ്റ്റ് നമ്മൾ ചാൻസ് കൂടുതൽ നമ്മൾ പ്രയോറിറ്റി ബൈ ട്രേഡിന് തന്നെ കൊടുക്കുക. ഒരു കോൾ എടുക്കാൻ തന്നെയാണ് നമ്മൾ കൊടുക്കുക. സോ നമ്മൾ നാളത്തെ എക്സ്പയറി എടുക്കത്തുമില്ല. നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആയിരിക്കും നമ്മൾ എടുക്കുക. നാളെ 0 to ഹീറോ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. എക്സ്പയറി ഡേ ആണ്. സോ വോൾട്ടൈലായിരിക്കും മാർക്കറ്റ്. സോ പ്രീമിയം പെട്ടെന്ന് മെൽറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ നാളത്തെ എക്സ്പയറി എന്തെങ്കിലും എടുക്കത്തില്ല. നമ്മൾ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി നോക്കത്തുള്ളൂ ആ റേഞ്ചിൽ നിഫ്റ്റി വരികയാണെങ്കിൽ. സോ നമ്മുടെ ഫസ്റ്റ് 25,200 മുകളിൽ നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ നിഫ്റ്റി റിവേഴ്സൽ കാണിക്കുന്നെങ്കിൽ നമ്മൾ ബാക്ക് ടു സെല്ലിലോട്ട് തന്നെ പോകും. നമ്മുടെ 25,000 അല്ലെങ്കിൽ 25,100 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വരും. ചാർട്ടിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. സോ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് ട്രേഡിങ് എന്താണോ പ്രൈസ് ആക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതേപോലെ 100 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ഉണ്ടായിരുന്നത്. ഇന്നലെ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. സോ നാളെയും ഞാൻ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു 70 to 80% ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. ഒരു 50 to 60% ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ചാൻസ് ഉള്ളൂ. താഴോട്ട് വീഴാനുള്ള ചാൻസ് ഓവർനൈറ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഒന്നുമില്ല, നിഫ്റ്റി ബുള്ളിഷിൽ തന്നെയാണ്. സോ നമുക്ക് മൾട്ടി ടൈം അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. സോ നിഫ്റ്റിയിലോട്ട് തന്നെ പോകാം നേരെ. ഓക്കെ ഓക്കെ സോ നമ്മുടെ ചാർട്ട് നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെന്നും ചെയ്യുന്ന പോലെ നമ്മൾ മൾട്ടി ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ പോകത്തുള്ളൂ മുന്നോട്ട്. ഓക്കെ, മൾട്ടി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഫുള്ളി ബുള്ളിഷാണ്. സോ ലാസ്റ്റ് മന്തിൻ്റെ മുകളിലാണ് നിഫ്റ്റി ഇപ്പം ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. സോ മന്ത്ലി നമ്മൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി നിഫ്റ്റി ബുള്ളിഷാണെന്ന്. 1 വീക്ക് ഓക്കെ, 1 വീക്ക് ലാസ്റ്റ് എല്ലാ വീക്കിൻ്റെ മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ വീക്ക്ലിയും നമ്മൾ ബുള്ളിഷാണ്. ഈ രണ്ട് വ്യൂവിലും ഈ രണ്ട് വലിയ ടൈം ഫ്രെയിമിലും നിഫ്റ്റി ബുള്ളിഷാണ്. ഒരു വലിയ ടൈം ഫ്രെയിമിൽ എന്താണോ നമ്മുടെ ചാർട്ട് പറയുന്നത്, ആ ചെറിയ ടൈം ഫ്രെയിമും ആദ്യം ഒന്ന് താഴോട്ട് പോയാലും പിന്നെയും വലിയ ടൈം ഫ്രെയിം എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ചെറിയ ടൈം ഫ്രെയിം ചെയ്യുക. സോ വലിയ ടൈം ഫ്രെയിമിൽ രണ്ടിടത്തിലും നിഫ്റ്റി ബുള്ളിഷാണ്. ഡേ ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, ഡേ ചാർട്ടിൽ ലാസ്റ്റ് ഡേയുടെ മുകളിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ക്ലോസിന് മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതായത് എറൗണ്ട് ഒരു 80-90% ബയേഴ്സ് ഉള്ള ഒരു ക്യാൻഡിലും കൂടെയാണ് അവിടെ വന്നിട്ടുള്ളത്. സോ നമ്മൾ ബുള്ളിഷാണ്, ഡെയിലും നമ്മൾ ബുള്ളിഷാണ്. സോ അതാണ് ഞാൻ ലാസ്റ്റ് ഇപ്പം മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി നാളെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇത് നമ്മൾ മേജർ ഡിമാൻഡ് സോണാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ആൻഡ് നമ്മുടെ ഓൾവേസ് നിഫ്റ്റിക്ക് റിജക്ഷൻ വന്ന ഏരിയയെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ,
ഇവിടുന്നാണ് നിഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്നത്തെ ക്ലോസ് അതിൻ്റെ മുകളിലാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, 500. ഓക്കെ, ഇതായിരുന്നു ഞാൻ എന്തായാലും ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ക്യാൻഡിലിൽ വെച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. സോ നാളെയും സെയിം ഇതാണ്. നാളെ നിഫ്റ്റി ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് നമ്മുടെ മെയിൻ സോൺസ് ഒന്ന് വരച്ച് വെക്കാം. സോ ഫോർ ടുമാറോ, ഓക്കെ, ഇത് നമ്മുടെ മേജർ സപ്ലൈ സോണാണ്. ഓക്കെ, ഇത് നമ്മുടെ മേജർ സപ്ലൈ സോണാണ്. അതായത് ഇവിടുന്നായിരിക്കും, ഇതാണ് മേജർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവിടുന്നാണ് ഈ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ മേജറായിട്ടുള്ള ഡിമാൻഡ് സോണാണ്. ഓക്കെ, അതായത് നിഫ്റ്റി എനി കേസ് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിന്നെയും ഒരു ബൈയിങ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ 25,000 നമ്മുടെ മേജർ ആയിട്ടുള്ള ഡിമാൻഡ് സോണാണ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതായത് നമ്മുടെ മേജർ സപ്പോർട്ടാണ്. ഓക്കെ, ആൻഡ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, അതായത് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഏകദേശം ഈ ഒരു ഏരിയയിൽ വരും. ഓക്കെ, ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും നാളെ. കാരണം നിഫ്റ്റി ഇന്ന് ഇവിടെയാണ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറിയിട്ടുള്ളത്. സോ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇത് വരും. അതായത് ഇവിടെ നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിന്നെയും നമുക്ക് ബൈ കൊടുക്കാനുള്ള ഒരു ബൈ ഓൺ ദ ഡേ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ബട്ട് നമ്മുടെ നാളത്തെ പോസിബിലിറ്റി അനുസരിച്ച് നിഫ്റ്റി ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, 25,362. ഓക്കെ, 300. ഓക്കെ, 322 ആ റേഞ്ചിൽ. ഓക്കെ, 320 വരെ പോയിട്ടുള്ളൂ. സോ ഇതിൻ്റെ മുകളിൽ നിഫ്റ്റി നാളെ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഹൈയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ നമ്മുടെ മുന്നിലുള്ള ലെവൽസ് ഇത്രയാണ്. നമ്മുടെ മുന്നിലുള്ള മേജർ ലെവൽസ് ഇത്രയാണ്. ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, ഇത് നമ്മുടെ മേജർ സപ്പോർട്ട്, ഇത് നമ്മുടെ മേജർ റെസിസ്റ്റൻസ്, ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, മേജർ റെസിസ്റ്റൻസ്, മേജർ സപ്പോർട്ട്. ഓക്കെ, നമ്മൾ 4 പാർട്ടായിട്ട് നിഫ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. മേജർ സപ്പോർട്ട്, ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, ഇത് നമ്മുടെ മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് നമ്മുടെ മേജർ റെസിസ്റ്റൻസ്. സോ മേജർ റെസിസ്റ്റൻസ് നമുക്ക് എപ്പോഴും ഇതിൻ്റെ മുകളിൽ നിഫ്റ്റി നാളെ ഇതിൻ്റെ മുകളിൽ നിഫ്റ്റി നാളെ വരികയാണെങ്കിൽ, ഈ മേജർ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ നിഫ്റ്റി നാളെ വരികയാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ മേജറായിട്ടുള്ള സപ്പോർട്ടായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, 24,300 മുകളിൽ നിഫ്റ്റി നാളെ വരികയാണെങ്കിൽ അത് നമ്മുടെ മേജർ സപ്പോർട്ടായിട്ട് മാറുന്നതായിരിക്കും. സോ ഇതിൻ്റെ മുകളിൽ നിഫ്റ്റി നാളെ ഓപ്പണായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇത് നമ്മുടെ സപ്പോർട്ടായിട്ട് ഈ പുൾ ബാക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഈ പുൾ ബാക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നാളെ ഇങ്ങനെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ നിഫ്റ്റി നാളെ ഈ ഒരു ഏരിയയിൽ നാളെ ഓപ്പണായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണായിട്ട് നമ്മൾ ഇവിടുന്ന് ട്രേഡ് എന്തായാലും ചെയ്യില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും. തിരിച്ച് വന്നിട്ട് നമ്മുടെ സപ്പോർട്ടിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇവിടുന്ന് ഒരു പുൾ ബാക്ക്, ഇവിടുന്ന് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡിലോട്ട് എൻ്റർ ആവുള്ളൂ. മുകളിലോട്ട് നമ്മുടെ ടാർഗറ്റ്സ് 25,500, 600 ആ ടാർഗറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ,
സോ നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, മേജർ സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, മേജർ റെസിസ്റ്റൻസ്. സോ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ നാളെ കൊണ്ടുവന്നുണ്ടാവുക. സോ ഇതിൻ്റെ മുകളിൽ നമ്മുടെ മേജർ റെസിസ്റ്റൻസിന് മുകളിൽ വരികയാണെങ്കിൽ മേജർ റെസിസ്റ്റൻസ്, മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ അവിടെ നിന്ന് മുകളിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും. അതുവരെ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ മേജർ റെസിസ്റ്റൻസിന് പുൾ ബാക്കോ അല്ലെങ്കിൽ ഇതിന് താഴെയോ വന്നാൽ മാത്രമേ നമ്മൾ താഴോട്ടുള്ള ട്രേഡ് പ്ലാൻ ചെയ്യത്തുള്ളൂ. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.